വെണ്ടുരുത്തിപ്പാലത്തിൻ്റെ മേടയിൽ നിന്ന് നമുക്ക് കിട്ടിയ മക്കാന്തവളയാണ്. അപ്പോൾ ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ കളയിലട്ടെ കുറേ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ കാണാൻ ഇങ്ങനെ ഒരു ഭംഗിയൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഉള്ളു മാടപ്രാവിൻ്റെ ഹൃദയമാണ്. അതൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്തിനാണെന്നല്ലേ ബാ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയപ്പോൾ കാണാൻ. നേരത്തെ ഇരുന്ന പുലം കണ്ടില്ലേ? ശരി, ഇപ്പോൾ കണ്ട സുന്ദരനായി മക്കളൻ തവള അതിങ്ങനെ ആക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവളയാണ് തന്നെ ഇപ്പം ഞാനായിരിക്കും അല്ലേ. കഴിക്കാനും പാടില്ല എന്നാൽ കഴിക്കണമുണ്ട് അല്ലേ. കോക്കാൻ തവള, മാക്കാൻ തവള, കോക്കാൻ തവള എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ശരിക്കുള്ള പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്ത് നല്ല തൊലിയാക്കണം ഞാൻ സുന്ദരനാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ എന്നെ പോലെ ഇരുന്ന് ചെയ്യണം കറുത്ത് പണ്ടാരടങ്ങി. ഇപ്പോൾ നോക്കി എൻ്റെ വെളുത്ത് സായിപ്പിനെ പോലെ ഇരിക്കുന്നുണ്ട്. 2 കണ്ണ് മാത്രം കറുത്തിരിക്കുന്നുണ്ട്. കണ്ട ഇനി ഇവനെ അവനെ നിർത്തിപ്പൊരിക്കാൻ പോയി. ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ കീറിയെടുത്തപ്പോഴേ ഇതിൻ്റെ വേസ്റ്റ് കളയാൻ നോക്കിയപ്പോഴത്തേക്കും നോക്കി ഈ 2 ഇതുണ്ടോ, ഇതെന്താണെന്നുണ്ട് ഒരു ബലൂൺ പോലെ വീർത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ വെയിറ്റ് ഒന്നും തോന്നില്ല. ഞാൻ ആദ്യം എടുത്ത് ഇതിൻ്റെ മുട്ടയെന്ന് ഓർത്ത്, പക്ഷെ മുട്ടയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഈ 2 സാധനം ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നൊന്ന് പറഞ്ഞു. ഒരെണ്ണം പൊട്ടിച്ചപ്പോൾ ഒരെണ്ണം ചുങ്ങി അങ്ങോട്ട് പോയിട്ട് അതിനകത്ത് ഏറ് മാത്രമേ ഉണ്ടായുള്ളൂ. ഈ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല. ഇതുണ്ട് ഒരെണ്ണം ചുങ്ങിപ്പോയി. അതിനകത്ത് ഇഞ്ചിയും മുളക് പൊടി ഉപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാ പുരട്ടിക്കും. ഇതാണ് കേട്ടോ അമ്മേനെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന് പറയുന്നത് കേട്ടോ. ഞാൻ തേച്ച് ടേസ്റ്റ് ഉണ്ടായാൽ പിന്നെ അത് കടിച്ച് എനിക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടിയും ഇഞ്ചിയും ഉപ്പൊക്കെ കൂടി തേച്ചാണ് അവിടെ ചുമപ്പിച്ചെടുക്കട്ടെ ആദ്യം. ബാക്കി എന്നിട്ട് കുറച്ച് മതി. ഉള്ളിലൊക്കെ വെക്കാം. അപ്പോൾ നമ്മുടെ മാക്കാന്തവള റെഡി ആയിട്ടുണ്ട്. കണ്ണൊക്കെ തെറിച്ച് പോയെന്ന് തോന്നുന്നു മറിച്ചിട്ടപ്പോൾ. എൻ്റെ മറിയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പോയത്. ഷേപ്പൊക്കെ മാറിപ്പോയിട്ടുണ്ട് ഇത്രയും. പിന്നെ അതെ ചോറെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇല്ല പാത്രോട്ട് എപ്പോഴും പറയണത്. എനിക്ക് അതിലാണ് കഴിക്കാൻ ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ അതെ മാക്കാന്തവള റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതേപോലെ കുറച്ച് കൂടി ഓരെടുത്ത് വെച്ചിട്ട് കഴിക്കരുത് കേട്ടോ. അതിന് മുന്നേ തവളേനെ അങ്ങോട്ട് വെക്കണതിന് മുന്നേ അതെ കുറച്ച് ഉപ്പ് നിങ്ങൾ കണ്ടോ. ഇതിങ്ങനെ കഴിക്കുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ഇടാറുള്ളൂ കേട്ടോ. ശേഷം അതിൻ്റെ അകത്തേക്ക് ഇതേ ഈ തിരി വെളിച്ചെണ്ണ കണ്ടല്ലോ അല്ലേ. കണ്ട് നിങ്ങളവിടെ കുഴക്കണം. ചൂടുണ്ടേ, അതുകൊണ്ട് തന്നെ കുഴക്കാൻ ഇച്ചിരി പ്രശ്നമുണ്ടാവും. അത് കുഴച്ച് കഴിയുമ്പോൾ ഒരു മണം വരും. അപ്പം മണം അടിക്കുമ്പോൾ തന്നെ പഴയ കുറേ ഓർമ്മകളൊക്കെ വരും. എന്താണ് കറിയൊന്നും വേണ്ട, വെളിച്ചെണ്ണയുടെ ഉപ്പ് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ. എന്നിട്ട് നമ്മുടെ മക്കാന്തവളയിൽ എന്തിങ്ങനെ എടുത്ത് വെക്കുക. ആഹാ ഇരിക്കണ ഇരിപ്പ് കണ്ടോ. അതിൻ്റെ 2 പീസ് ഇങ്ങനെ എടുക്കുക. പീസ് കൂടി ഇരിക്കുന്നുണ്ട്. കഴിച്ചു പോകേണ്ടത് ഇങ്ങനെയാണ് എടുക്കുക. ഓ പുതിയൊരു വെള്ളം. നമ്മുടെ വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കണേണല്ലോ. അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ 2 പീസ് എടുക്കുക. ചൂടുണ്ടേ. ഓ ആ വെളിച്ചെണ്ണ ഉപ്പിൻ്റെ മണം വന്നപ്പോൾ തന്നെ കഴിക്കാൻ തോന്നി. ഇതേ ഇങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ അങ്ങാടെ എടുത്ത് വായിലേക്ക് വെച്ച് നോക്കുക. കിടിലാണ് ആ മീൻ വറുത്തതിൻ്റെ ടേസ്റ്റും പിന്നെ ആ വെളിച്ചെണ്ണ ഉപ്പും കൂടി കിടക്കുന്നതിൻ്റെ ടേസ്റ്റും. ഒരിക്കൽ ഇതേപോലെ കഴിച്ചു നോക്കുക. മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ചോറിൻ്റെ ഇത്തിരി വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ടാണ് കുലക്കിയിട്ട് അതിൻ്റെ ഒപ്പം ഇതും കൂടി എടുത്ത് കഴിച്ചു നോക്കുക. കിട്ടില്ല ടേസ്റ്റാണ്. അമ്മ അതെ അമ്മ വറുത്തത് നല്ല രസമുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. അമ്മ കഴിച്ചില്ല. നമ്മുടെ ടേസ്റ്റ് പോലും നോക്കാണ്ടുണ്ടായിരുന്നതാണ് അല്ലേ. ഞാൻ ഇവിടെ വീഡിയോ എടുക്കുകയാണ്. ചിരിച്ചിക്ക് വീഡിയോയിൽ ചിരിയില്ലാണ്ട് വീഡിയോ എടുക്കുകയാണ്. അമ്മയുടെ വീഡിയോ അല്ലാണ്ട് എൻ്റെ അല്ല. ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കാണ്ട് ഇരിക്കണം, കളിപ്പായിട്ട് ഇരിക്കണം. അപ്പം മതി 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 ഇതൊന്ന് മാറ്റി തരാൻ മാറ്റി. ആ കയ്യിൽ മാറ്റി. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ച് ചോറും കൂടി ഇടുക. എന്നാ ഇളക്കിക്കോ. ഇതും കൂടി ഇങ്ങനെ മടിച്ചെടുത്തിട്ട് നേരെ ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഒരു പിടുത്തം പിടിക്കുക. ഒന്നും പറയാനില്ല, ഇതെല്ലാം ടേസ്റ്റാണ്. കണ്ട ഇങ്ങനെ ഇട്ടിട്ട് വേണം കഴിക്കാൻ. അപ്പം പിന്നെ മറക്കൂല അങ്ങനെ കഴിച്ചാൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ. നമുക്കൊന്നും പറയാനല്ലോ. ഇല്ലില്ല, വേഗം നീ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.